ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ ന്യൂസ് പേപ്പറിൽ ഇപ്പോൾ വായിക്കാറുണ്ട് അല്ലെ. സ്കൂൾ കാലഘട്ടത്തിൽ പെൺകുട്ടികൾ കൂടുതൽ റിലേഷൻഷിപ്പിന് മൂല്യം നൽകി വരുന്നുണ്ട്. എന്തുകൊണ്ടാവാം ഇങ്ങനെ? ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ്. എന്നാൽ ഇവയ്ക്കെല്ലാം പിന്നിൽ ചില പൊതു കാരണങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാരണം തിരിച്ചറിയൽ തേടുന്ന കാലഘട്ടമാണ്. സ്കൂൾ കാലം എന്ന് പറയുന്നത് ഞാൻ ആരാണ്, എന്താണ് എനിക്ക് നല്ലത് എന്ന് കുട്ടികൾ തന്നെ തിരയുന്ന കാലമാണ്. വ്യത്യസ്ത ബന്ധങ്ങളിലൂടെ സ്വയം മനസ്സിലാക്കുന്നതിനുള്ള ശ്രമം, ഒപ്പം തന്നെ തനിക്കിഷ്ടമുള്ള ആളിന്റെ പെരുമാറ്റം, സ്വഭാവം എന്നിവ മനസ്സിലാക്കിയെടുക്കുന്നതിനുള്ള പരീക്ഷണങ്ങൾ. 2. സ്നേഹത്തിനും ശ്രദ്ധയ്ക്കുമുള്ള ആവശ്യം. വീട്ടുകാരിൽ നിന്നോ കൂട്ടുകാരിൽ നിന്നോ വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാതെ വരുമ്പോൾ കുട്ടികൾ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പിലേക്ക് തിരിയുന്നു. ആർക്കെങ്കിലും താൻ സ്പെഷ്യൽ ആണെന്ന് തോന്നുമ്പോൾ അതിലേക്ക് തിരിയുന്ന ആകർഷണം. 3. വികാരങ്ങൾ തിരിച്ചറിയാൻ പഠിക്കുന്ന കാലഘട്ടമാണ് സ്കൂൾ കാലഘട്ടം. വികാരങ്ങൾ പൂർണ്ണമായും കൈകാര്യം ചെയ്യാൻ വളർന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഏത് ശരി ഏത് തെറ്റ് എന്നുള്ള തിരിച്ചറിവ് എളുപ്പമാകില്ല. 4. കൂട്ടുകാരുടെ സ്വാധീനം. കൂട്ടുകാരുടെ സംസാരങ്ങളും സോഷ്യൽ മീഡിയയുടെ സ്വാധീനവുമെല്ലാം തനിക്കൊരു റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ താൻ പിന്നോക്കം പോകും എന്നൊരു ചിന്ത കുട്ടികളിൽ എത്തിക്കുന്നു. അത് ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകളിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നു. സിനിമകളിൽ കാണുന്ന ഐഡിയൽ ലവ് കൺസെപ്റ്റും ഇൻസ്റ്റന്റ് കണക്ഷനുമെല്ലാം നോർമൽ ആണെന്ന് കുട്ടികൾക്കിടയിൽ പ്രചരിക്കുന്നതും ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകൾ കൂടുന്നതിനുള്ള ഒരു റീസൺ ആണ്. കുട്ടികളുടെ വളർച്ചയുടെ ഒരു ഘട്ടം മാത്രമാണ്. അവരുടെ വ്യക്തിത്വത്തിന്റെ മുഴുവൻ അളവുകോലായി കണക്കാക്കാൻ കഴിയില്ല. ശരിയായ പിന്തുണയും മാർഗനിർദ്ദേശവും ലഭിച്ചാൽ കുട്ടികൾ മാനസികമായി പക്വതയുള്ളവരാകും. നമുക്ക് ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി കുട്ടികൾ പറയുമ്പോൾ എന്തെല്ലാം ചെയ്യാൻ കഴിയും? ആരോഗ്യകരമായ ബന്ധങ്ങൾ എങ്ങനെ പോസിബിൾ ആകുന്നു എന്ന് അവരെ പറഞ്ഞു ധരിപ്പിക്കുക. കുറ്റപ്പെടുത്താതെ അവർ പറയുന്നതിനെ ശ്രദ്ധിക്കുക. ബി എ ഗുഡ് ലിസണർ. അതുപോലെ തന്നെ വികാരങ്ങളെ വിലമതിക്കുക. കുട്ടികൾക്ക് ആവശ്യമായ കൗൺസിലിംഗും മാനസിക പിന്തുണയും ഉറപ്പാക്കുക.